നമ്മൾ ഫോണിൽ ലെഫ്റ്റടിക്ക് ആ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു നിങ്ങളുടെ ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവൻ ഇതിനായിട്ട് പാട്ട് പാടും, പ്രസംഗം പറയും. കിട്ടുന്ന ആടാ അത് കൊണ്ടോളില്ല. യാത്രക്കാർ അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ പറയുന്നതിന് മുമ്പ് ബഹുമാന്യരായ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിപത്താണ് മയക്കുമരുന്ന്. അപ്പോൾ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തി മാത്രമല്ല നശിക്കുന്നത്, അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ കൂടി മാനസികമായും സാമ്പത്തികമായും അഭിമാനത്തിൻ്റെ പ്രശ്നത്തിലാണെങ്കിലും എല്ലാവരും തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത്തരം അവസ്ഥകളിൽ കൂടി ആരും കടന്നു പോകാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. അതിന് തിരുവെഴുത്തിനെ ആധാരമാക്കി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ അനേക സഹോദരന്മാർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുൻപ് അവരായിരുന്ന അവസ്ഥ. ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെയും ദൈവസഭയെയും ഒക്കെ ഉപദ്രവിച്ചവരും ദൈവദാസനെ കൊല്ലുവാൻ നേതൃത്വം നൽകിയ ആളാണെന്നുമൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറയും മദ്യപാനം മയക്കുമരുന്ന് കഴിക്കണമെന്നൊക്കെ. ഇതിനൊക്കെ സാമ്പത്തികവും കൂടെ വേണം, അല്ലാതെ വെറുതെ മദ്യപിക്കുവാനോ മയക്കുമരുന്ന് ഉപയോഗിക്കുവാനോ ഒന്നും കഴിയുകയില്ല. അതിനാവശ്യമായ സാമ്പത്തികമില്ലാത്തവർക്ക് അതൊക്കെ വെറും സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ നശിച്ചു പോകുവാൻ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിച്ചെന്നിരിക്കും, നന്നാകുവാനല്ല നശിച്ചു പോകുവാൻ. എൻ്റെ അപ്പനും അമ്മയ്ക്കും 6 മക്കൾ, 4-മനായിരുന്നു ഞാൻ. എൻ്റെ വിദ്യാഭ്യാസകാലമെന്ന് പറയുന്നത് 1961 ഞാൻ വിദ്യാഭ്യാസം ആരംഭിച്ചു. 63 എൻ്റെ വിദ്യാഭ്യാസം അവസാനിച്ചു. അത് മറ്റാരുടെയും കുഴപ്പമുണ്ടല്ല, എൻ്റെ കയ്യിലിരുന്ന കുഴപ്പമല്ലെങ്കിൽ ഞാൻ പോവുകയില്ലായിരുന്നു പഠിക്കുവാൻ. ഇതാണ് യഥാർത്ഥം. കാരണം ബാക്കി 5 പേരെ ഊറ്റിപ്പുലർത്തുവാനും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനും ഞങ്ങളുടെ അപ്പൻ കൂലിപ്പണി എടുക്കണമായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. ഏതാണെങ്കിലും എൻ്റെ ആ ജീവിതം മുൻപോട്ട് പോയി വളർന്നു. പ്രായമായി വിവാഹം കഴിച്ചപ്പോൾ ഒരു പാവം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതൊരു നല്ല ജീവിതമൊക്കെ ആഗ്രഹിച്ചാൽ വന്നെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെയാണ് ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് അതിന് ജോലിയുള്ളത്. അങ്ങനെ ലഭിക്കുന്ന ആ പൈസയിൽ നിന്ന് നല്ലൊരു ശതമാനം ഞാൻ തനിച്ച് സ്വന്തം ആവശ്യത്തിനായി ദൂർത്തടിച്ച് കളയുവാനുണ്ട്. അത് വലിയ വിലയുള്ള പൈസയായിരുന്നു. അപ്പോൾ അതിന് കുറവ് വന്നത് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് അതിൻ്റെ കുറവ് വന്നത്. അങ്ങനെയാണ് ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ കുടുംബം നശിച്ചു പോവുകയും തകർന്നു പോവുകയും ചെയ്യുവാൻ ഇടയായിത്തീരുക. അത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരു മനുഷ്യനും പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ യേശു പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കണമെന്ന്.
അപ്പോൾ വീണ്ടും ജനിക്കുന്ന മനുഷ്യൻ പുതിയ മനുഷ്യനാണ്, പഴയ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ പുതിയതായിട്ട് ജനിക്കുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിൽ പുതിയതായിട്ട് സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടി അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ. ആ മനുഷ്യൻ അന്ന് മുതൽ മദ്യപിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോർത്തുപുത്രനായി ജീവിക്കുന്നില്ല. അവൻ്റെ കുടുംബത്തെയും വേണ്ടപ്പെട്ട എല്ലാവരെയും അവൻ വളരെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടി അവൻ്റെ ജീവിതം അവൻ മാറ്റിവെക്കുകയും ചെയ്യുന്ന നല്ലൊരു അവസ്ഥയിലേക്കാണ് വീണ്ടും ജനനം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം അപ്രകാരമായിരുന്നു. അതാണ് എനിക്കും കിട്ടിയത്. 23 വർഷമായി വിദ്യാഭ്യാസം ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു. ഈ 23 വർഷമായിട്ട് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും മറ്റു ഭാഷകളൊന്നും അറിയാൻ മേല മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ഇന്നും എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ആൾക്കാർ കൂടി നിൽക്കുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഈ സമാധാനത്തിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം അത് യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കും. അതിനായി വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 70 വയസ്സാണ്. ഈ 70 വയസ്സിലും ആ പ്രവൃത്തി ഞാൻ ചെയ്യുകയാണ്. കാരണം ഒരു മനുഷ്യൻ പുതിയതായി ജനിക്കുമ്പോൾ അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതിൽ രക്ഷപ്പെടുന്നത്. അവർക്ക് നല്ല സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. അതുവരെയും പട്ടിണിയും എല്ലാമായി ജീവിച്ച് അവർക്ക് ഒരു പുതിയ ജീവിതം നൽകുവാനായിട്ട് യേശുക്രിസ്തുവിൽ കൂടി ആ വ്യക്തിക്കും ആ വ്യക്തിയിൽ കൂടി ആ കുടുംബത്തിനും യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവിക്കുവാൻ കഴിയും. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവിനോട് കൂടെ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും കഴിയും എന്നുള്ളതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ജനിക്കുന്ന മനുഷ്യനെ ആരും ഭയപ്പെടേണ്ടതില്ല. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം യേശുക്രിസ്തുവിൽ നിന്നാണ്. യേശുക്രിസ്തുവിൽ കൂടിയാണ് അവർ വളർന്നു വരുന്നത്. അതൊരു നല്ല അടിസ്ഥാനമാണ്. ആ നല്ല അടിസ്ഥാനത്തിൽ നാം ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുകയും മറ്റുള്ളവരും പരസ്പരം സ്നേഹിക്കുവാൻ പഠിക്കുകയും സ്നേഹത്തിൻ്റെ ആ അനുഭവം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ കഴിയുന്ന ആ സന്തോഷത്വം എത്ര വലുതാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് ദൈവം കൊടുക്കുന്നതാണ് ആ സന്തോഷം. ഇവിടെ കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഉപദേഷ്ടാവായി എത്തിയിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മറ്റാർക്കും നീ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ യേശു ആ മനുഷ്യനോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഒരുത്തരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ ചില്ലറക്കാരനോ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു വ്യക്തിയോ ഒന്നുമല്ല. ന്യായാധിപ സംഘത്തിലെ ഒരു അംഗമാണ്. ന്യായാധിപ സംഘത്തിലെ ഒരു അംഗമാകണമെങ്കിൽ അദ്ദേഹത്തിന് ന്യായപ്രമാണം മുഴുവൻ നന്നായി പഠിച്ചിരിക്കണം. രണ്ടാമതായി അദ്ദേഹം നല്ല ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം. മൂന്നാമതായി അദ്ദേഹത്തിന് നല്ല സമ്പത്തുണ്ടായിരിക്കണം. അപ്പം ചിലപ്പോൾ നിക്കോദിമോസിന് മിച്ചഭൂമിയൊക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ആ ന്യായാധിപ സംഘത്തിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. അവരത്രയും സമ്പന്നന്മാരായിരുന്നു. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് യേശു പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരുത്തർക്കും കഴിയുകയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനം, ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ പ്രിയമുള്ളവരെ, അത് എത്രമാത്രം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ് അതിൻ്റെ നന്മകൾ നീണ്ടുപോകുന്നത്. കാരണം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലം, അതാരുമായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ വളരെ കഷ്ടതകളും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം മനുഷ്യനുണ്ട്. മനുഷ്യൻ്റെ ജീവിതം എവിടം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അപ്രകാരമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മനുഷ്യനിവിടെ അവസാനിക്കുന്നില്ല. ഈ മനുഷ്യന് മറ്റൊരു ജീവിതം കൂടിയുണ്ട്. അത് മനുഷ്യനെ സൃഷ്ടിച്ച
ദൈവത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണ് വിശുദ്ധ ബൈബിൾ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. അതിനുള്ള തെളിവുകളാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും. തിരുവഴുത്തിലെ പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൺമുൻപിൽ. അപ്പോൾ നാം ചിന്തിക്കണം, യേശു പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന്. അപ്പോൾ സുവിശേഷം ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു കാര്യമല്ല. ഏറ്റവും ഉന്നതമായ സന്തോഷം അനുഭവിക്കുവാനുള്ള ഏറ്റവും ഉറപ്പുള്ള ഒരു വാക്കാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്ലീഹായും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ 3-ാം മണി നേരത്ത് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ ചിലരൊക്കെ കുപ്പയ്ക്കകത്ത് ചുമന്നു കൊണ്ടുപോയി ഈ ഗോപുരത്തിൻ്റെ വാതിലിൽ ഇരുത്തും. കാരണം ആ മനുഷ്യന് നടക്കുവാൻ കഴിയുന്നില്ല, മുടന്തനാണ്. അപ്പോൾ ആ മനുഷ്യൻ വരുന്നവരോടൊക്കെ ഭിക്ഷ ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിനകത്തേക്ക് കടക്കുവാൻ വരുമ്പോൾ അവരോട് ഭിക്ഷ ചോദിച്ചു. ആ സമയത്ത് പത്രോസ് പറഞ്ഞു, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുവാൻ പറഞ്ഞു. ആ മനുഷ്യൻ പത്രോസിനെയും യോഹന്നാനെയും സൂക്ഷിച്ചു നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഒന്നും എൻ്റെ കയ്യിലില്ല, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞവൻ്റെ വലം കരം പിടിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് കാലും നരിയാണിയും ഉറച്ചവനായി തുള്ളിയും ചാടിയും ദേവാലയത്തിനകത്തേക്ക് അവരോട് കൂടെ കടന്നുപോയി എന്ന് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ലഭിക്കുന്നുവോ അത് പ്രിയമുള്ളവരെ ഏറ്റവും ശ്രേഷ്ഠവും മറ്റാർക്കും നമുക്ക് തരുവാൻ കഴിയാത്തതുമായിരിക്കും. അത് നമ്മൾക്ക് ലഭിക്കുവാൻ കഴിയും. അതിനാണ് നാം യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം നാം വിളിച്ചു പറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി, പുതിയൊരു മനുഷ്യനായി, അവന് മയക്കുമരുന്നിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയായി, മദ്യത്തെ തടഞ്ഞു നിർത്തുവാനുള്ള ശക്തിയായി, അതുവരെയും അവനെ കീഴടക്കിക്കൊണ്ടിരുന്നതായ ലോകത്തെ അവനെ ചവിട്ടി കാൽക്കീഴിലാക്കി അതിനെയൊക്കെയും ജയിക്കുവാൻ കഴിയുന്നവനായി മാറുക തന്നെ ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നാം ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച അനേകം കൊടും കുറ്റവാളികൾ തന്നെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് പലരും സുവിശേഷത്തെ വെറുക്കുന്നു. നല്ലത് തന്നെ, നല്ല കാര്യം. എല്ലാത്തിനും ഒരു എതിർപ്പുള്ളത് നല്ലതാണ്. അവർ കുറച്ചുകൂടി ഉറപ്പുള്ളവരാണ്. അനേക സ്ഥലങ്ങളിൽ അനേകരെ ആക്രമിക്കുന്നു, ശാരീരികമായി അവരെ പീഡിപ്പിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റെന്താണ്? അവർ ഈ സമാധാന സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. അതിന് പല കഥകളും മെനഞ്ഞുണ്ടാക്കിയാണ് ഇന്ന് ഈ സത്യസുവിശേഷത്തെ തടഞ്ഞു നിർത്തുവാൻ നോക്കുന്നത്. ഒരു കാലത്തും അത് സാധ്യമാകുകയില്ല. കാരണം യേശു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത്. യേശുവിനെ കൊല്ലുവാനായി യഹൂദന്മാര് എല്ലാ കണക്കുകളും കൂട്ടി തയ്യാറാക്കിയപ്പോൾ പത്രോസ് പറഞ്ഞത്, ഏലിയാവ് തീയിറക്കി അവരെ നശിപ്പിച്ചതുപോലെ അവരെ എല്ലാവരെയും ദഹിപ്പിച്ച് കളയുവാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, പിശാചേ എന്നെ വിട്ടു പോകുക എന്നാണ് പത്രോസിനോട് പറഞ്ഞത്, പ്രധാനപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു. എന്നാൽ യേശു സ്നേഹിക്കുകയാണ് എല്ലാവരെയും. അതാണ് ആരൊക്കെ തല്ലിയാലും ആരൊക്കെ കൊന്നാലും ഈ സമാധാന സന്ദേശം ഈ ലോകത്തോട് എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന വിഷയം ഈ സുവിശേഷം തന്നെയാണ്. സുവിശേഷത്തിൽ ഒരു മനുഷ്യനെ മാറ്റിമറിക്കുവാൻ കഴിയും. ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും. അത് സമാധാനം തന്നെയാണ്, അത് സ്നേഹം തന്നെയാണ്. അതാണ് നിക്കോദിമോസിനോട് പറഞ്ഞത്. നിക്കോദിമോസ് ചെറിയ ആളല്ലായിരുന്നു, ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. ആ നിക്കോദിമോസിനോട് യേശു ചോദിക്കുന്നു, നീ ഇതറിയുന്നില്ലയോ എന്ന്. അപ്പോൾ നീ എന്താണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? അപ്പോൾ യേശു നിക്കോദിമോസിനോട് പറഞ്ഞത് വീണ്ടും ജനിക്കണം എന്ന് തന്നെയാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനം അത്യാവശ്യം തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കുന്ന ഒരു പരിവർത്തനമാണ്, അല്ലാതെ അത് മറ്റ് യാതൊരു മേഖലകളിലേക്കും കടന്നു പോകുന്നതല്ല. ആ ഹൃദയത്തിൽ ഒരു രൂപാന്തരമുണ്ടാകുമ്പോൾ അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ സമ്പത്തായി മാറും. ലോകം നശിപ്പിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ ശക്തി, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് വീഴ്ചയിൽ എന്നാണ്. യൂട്യൂബിൽ എൻ്റെ ചെറിയ ചെറിയ പ്രസംഗങ്ങളുണ്ട്. വീട്ടിൽ നടിച്ചെന്നാൽ എൻ്റെ ചെറിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ 23 വർഷമായി ഞാൻ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും സർവ്വദയാലുവും അനുഗ്രഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവനുമായ ദൈവം നിങ്ങളോട് കൂടെയിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കട്ടെ. Thank you.